സീരിയസ് ആണ്. പിന്നെ അതോടുകൂടി പിന്നെ ഇനി ഓപ്പന്റെ ബ്ലോക്ക് 4 നിഗിനെ കാണൂല. വേഗം എങ്ങനെയെങ്കിലും അപ്പൊ വണ്ടി കത്തിച്ച് വീടാടെ എത്തിയിട്ട് പറയാം. സത്യം പറഞ്ഞു. എന്തുവാ പറയണം നിന്റെ പ്ലാൻ എന്താണ്? ഇനി ഒന്നിനും ഞാൻ കൂട്ടില്ല. പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഞാനൊരാണായിരുന്നെങ്കിൽ ഞാൻ എന്റെ ഭാര്യന പോവാ. അടുത്ത ഗിഫ്റ്റ് പോരട്ടെ. ഇനി ഞാൻ എന്റെ മനസ്സിങ്ങനെ തുടിക്കാണ് കേസ് അടുത്ത എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട്. ബർത്ത്ഡേ ഗിഫ്റ്റ് ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മളെ വീഡിയോ കാണുന്നതിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം, ഇന്ന് എന്റെ ഓപ്പന്റെ ബർത്ത്ഡേ ആണ്. ശരിക്കും എന്റെ ഓപ്പന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ഓപ്പേ. താങ്ക് യു മുത്തേ. അതെ, മക്കളെല്ലാം സ്കൂളിൽ പോയി. ഞങ്ങൾക്ക് ഇന്ന് ഞാൻ കുറച്ച് പ്ലാനിങ് എല്ലാം, വലിയ പ്ലാനിങ് ഒന്നും ഇല്ല കേട്ടാ, അപ്പൊ അധികം ഒന്നും പ്രതീക്ഷിക്കണ്ട. സത്യം പറയാം, എനിക്കൊന്നും അറിയില്ല. നമുക്കൊരു പ്രൊമോഷന്റെ ഷൂട്ട് ഉണ്ട്. ഞാൻ കണ്ണാടിലൊക്കെ സംസാരിക്കുന്നത്, ഇവിടെ നോക്കിയിട്ടല്ല. നമുക്ക് അതുകൊണ്ട് ചിലപ്പോ നിങ്ങളെ നോക്കുന്ന പോലെ തോന്നൂല. ഞാനും കണ്ണാടി നോക്കിട്ടാ സംസാരിക്കുന്നത്. നമുക്കിവിടെ ഇമേജ് മൊബൈൽസിൽ ഒരു ഷൂട്ട് ഉണ്ട്, അതിനു വേണ്ടി പോകാൻ വേണ്ടിയാണ് ഇറങ്ങിയേക്കണത്. ഇവള് മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്, എനിക്കറിയില്ല. പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്റെ ചെറിയ ചെറിയ പ്ലാനിങ്, ഒരുപാട് അങ്ങനെ വലിയ ബർത്ത്ഡേ സർപ്രൈസ് അങ്ങനെ ഒന്നും അല്ല കേട്ടാ. എന്റെ ചെറിയൊരു, അത് വീഡിയോയില് കാണാം, പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. അല്ല, ഓപ്പന്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ ഈ ഒരു വീഡിയോ. അതല്ലാതെ ഓപ്പന്റെ എന്താണ് ബെൻസ് C20 അല്ലാന്ന് ഓപ്പന്റെ ആഗ്രഹം, അതൊന്നും നടത്തി തരാന്ന് എന്നെ കൊണ്ട് കഴിയില്ല. പണ്ട് തൊട്ടേ അതിപ്പോഴായിട്ടല്ല, ചെറുപ്പം മുതൽക്കേ കാറ് എന്ന് പറയുന്നത് ഭയങ്കര എല്ലാരും ഭയങ്കര ഇഷ്ടം. അപ്പൊ ബെൻസ് വാങ്ങണം എന്ന് പറയും. ആ ഇതിൽ പറഞ്ഞതാണ്. ഫോൺ വരുന്നുണ്ടേ, ബർത്ത്ഡേ വിഷസ് പറയാൻ വേണ്ടി ആരോ വിളിക്കുന്നതാണ്. പിന്നെ എടുക്കാതെ. അപ്പൊ അല്ല, അതിനു മുമ്പായിട്ട് ഞങ്ങളുടെ ഡ്രസ് നോക്ക്, അത് കാണിച്ചില്ല. ഞാൻ പിടിക്കാം. ഇതാ നികിയുടെ ഡ്രസ്. എന്റെ ബർത്ത്ഡേ ആയിട്ട് നികിയാണ് ഗൈസ് പൊളിച്ചിരിക്കുന്നത്. നല്ല എനിക്ക് ഇതാ ബെഡ്ഷീറ്റും ഇതും എല്ലാം മാച്ച് ഉണ്ട് കേട്ടാ. ഇതാ ഇത് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ്. എനിക്ക് ഇട്ടപ്പോ ഞാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ഇവളും കൂടി, ഇതെനിക്ക് പണ്ടേ നമ്മുടെ മറ്റേ ബിനീഷ് ചേട്ടന്റെ കല്യാണത്തിന് പോയില്ലേ, ഞാൻ മാച്ച് ആയിട്ട് ബിനീഷ് ബാസ്റ്റിന്റെ കല്യാണത്തിന് പോയപ്പോ എടുത്ത ഷർട്ടാണ്. അതെ, അപ്പൊ വീഡിയോ ഞാൻ ഒരുപാട് വലിയ വീഡിയോ ഒന്നും ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചെറിയൊരു വീഡിയോ, നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ്. ഓപ്പയുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നടത്തി തരാൻ വേണ്ടിയിട്ട് കൂടെ ഞാനും വരുന്നത്. അപ്പൊ വാ, നമുക്ക് പോവാം. അതെ, എടുത്തിട്ട് മക്കള് സ്കൂളിൽ പോയി കേട്ടോ, അച്ഛനും അമ്മയെല്ലാം താഴത്തുണ്ട്. അതെ, അപ്പൊ നമ്മളെന്തായാലും പോയിട്ട് വരട്ടെ. ഹായ് മാതാശ്രീ, ഇതാ പിതാശ്രീ, ഇതാ അയ്യാടാ. അപ്പൊ അതെ, എന്തായാലും അവരുടെ കിട്ടിയിട്ടുണ്ട്. അല്ല, 12 മണിയാവും. പിന്നെ ഈ കൊല്ലമില്ലേ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്, നാളും ദിവസവും ഡേറ്റും. ഇന്നാ വിട്ടൻ തന്നെയാ? അതല്ലേ, സ്പെഷ്യൽ ഡേ ആണ്. സന്ദേശി ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞല്ലേ, നമുക്ക് അതിന് ഒപ്പം കേക്കൊന്നും കഴിക്കൂലല്ലോ, ഇല്ലെങ്കിൽ നമുക്കൊരു കേക്കെല്ലാം കട്ട് ചെയ്യായിരുന്നു. അപ്പൊ നമ്മളെന്തായാലും അതെ, അപ്പൊ എന്തായാലും നമ്മൾ പോയിട്ട് വരാം. നമ്മൾ ഇമേജ് മൊബൈൽസിൽ വന്നിട്ടാണ് ഉള്ളത്, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ട് വേണം. ഭയങ്കര ഫ്ലിക്കർ അടിക്കുന്നുണ്ടല്ലേ, ഹൈലൈറ്റ് സെറ്റ് ആക്കുന്നുണ്ട് അവര്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടി. ഇവിടെ നല്ല ഓഫറാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ പഴയ മൊബൈൽസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മാറ്റി ലാപ്ടോപ്പെല്ലാം കൊണ്ടുവന്ന് എക്സ്ചേഞ്ച് ആക്കി പുതിയതെടുക്കാം അല്ലേ. അപ്പൊ അതിന്റെ ഒരു ആഡിന് വേണ്ടി വന്നതാണ്. ഇവിടെ ഷൂട്ട് തുടങ്ങാൻ വേണ്ടി പോകുന്നതാണ്. അയ്യോ, അങ്ങനെ എങ്ങനെയല്ലോ എടുത്ത് കഴിഞ്ഞു കേട്ടാ. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ ആകെ ടെൻഷനായി പോയി. ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കൂലേന്ന് വിചാരിച്ച്. പോവാ, ഇനി നേരെ എങ്ങോട്ടേക്കാ? ഇനി നീ പറയണോടത്തോട്ടെ. ഇനി നേരെ നമുക്ക് സവിത ഫിലിം സിറ്റിയിലേക്ക് വിടുക. എന്താ
വേഗം എങ്ങനെയെങ്കിലും എന്താ സംഭവം എന്താ? അപ്പൊ വണ്ടി കത്തിച്ച് വിടാടെ എത്തിയിട്ട് പറയാ. അല്ല സംഭവം എന്താ? സംഭവം ഞാനിതൊന്ന് വണ്ടി ഒന്ന് എടുത്തോട്ടെ. റോട്ടിലുള്ള അയ്യോ നേരെ വിട്ട് വേഗം വിട്. ഞാനവിടെ വീഡിയോ എടുക്കാൻ നിന്നപ്പോ ടെൻഷനായി പോയി. ഞാനാണെങ്കിൽ ഇത് ബുക്ക് ചെയ്യുകയും ചെയ്ത് സമയം ഓപ്പനോട് ഞാൻ ഇന്നലെ രാവിലെ ഞാൻ ചോദിച്ച് എത്ര മണിക്കാ ഇമേജിൽ വീഡിയോ എടുക്കാൻ പോണ്ടേന്ന് വെച്ച്. അപ്പൊ ഓപ്പ പറഞ്ഞ് ഒരു 10 മണിയാകുമ്പോഴേക്കും അവിടെ എത്തണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാ 10 മണി. അപ്പൊ ഞാൻ എന്താക്കി, അപ്പൊ കുറച്ച് ദിവസമായി ഒരു സംഭവം ഇങ്ങനെ എനിക്ക് കാണാൻ പോണായിരുന്നു നീക്കി ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഞാൻ ഓപ്പ അറിയാണ്ട് ചെറിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അത് കൊടുക്കാന്ന് വിചാരിച്ചു. ഞാനൊരു മൂവിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങും, ഒപ്പം കാണും, അത്രേ ഉള്ളൂ. പിന്നെ ഒപ്പം കമ്പനിക്കായിട്ട് ഞാൻ പോകുന്നതേ ഉള്ളൂ. ഏതാ മൂവിന്നറിയാ? DC മൂവി കാണണം അപ്പൊ കൊറേ ദിവസമായി പറയുന്നേ. അപ്പൊ ഞാൻ ഇന്നത് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 11:30 ആവുമ്പോഴേക്ക് എനിക്ക് അവിടെ എത്തണം. ഇപ്പൊ തന്നെ സമയത്ത് 11:15 കാലായി. സ്വപ്നത്തിൽ പോലെ ഞാൻ വിചാരിച്ചു. എന്താ ആൾറെഡി ഞാന് എപ്പോഴും എവിടെയും കൊണ്ട് സിനിമക്ക് പോകുന്നത്. അപ്പൊ ഞാന് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞ് DC കാണാൻ വേണ്ടി പോകാൻ പറ്റിയിട്ടില്ല. നല്ല അഭിപ്രായം പറയുന്നുണ്ട്. കാണണം. എനിക്ക് പിന്നെ നമ്മുടെ ലോകേഷിന്റെ പടാന്നല്ല കാണുന്നൊരു ആഗ്രഹം ഉണ്ട്. എനിക്ക് തോന്നണ എത്താൻ പറ്റുമെന്ന്. 15 കാലായി. അതെല്ലേ? ഒന്ന് ശ്രമിച്ചാല് എന്നാ പിന്നെ നിനക്കത് മുൻകൂട്ടി പറഞ്ഞെങ്കിൽ നമുക്ക് ഷൂട്ട് പോയി വന്നിട്ട് എടുത്താൽ മതിയായിരുന്നില്ലേ? അങ്ങനെ മുൻകൂട്ടി പറഞ്ഞ പിന്നെ എന്ത് സർപ്രൈസ്. അപ്പൊ സിനിമ അല്ലേ, കാണാൻ പറ്റില്ല, പിന്നെ കഴിഞ്ഞില്ലേ. അപ്പൊ ഞാനത് ബുക്ക് ചെയ്തിട്ടില്ലാന്ന് അറിയൂ, ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ലാന്ന് അറിയൂ. എന്തായാലും നീ ഇത് ചെയ്യുന്ന ഞാൻ വിചാരിച്ചു. അതെ, കഴിഞ്ഞിട്ടില്ല, സർപ്രൈസ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം നീ സാധിച്ചു. എനിക്ക് സത്യം പറഞ്ഞ സിനിമ കാണാന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. മൂവി കാണാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ സമയത്തിന്റെ എല്ലാം പ്രശ്നം കൊണ്ടാവും. പിന്നെ മാത്രല്ല നമ്മളിവിടെ കണ്ണൂര് വലിയ പൈസയൊന്നും ഇല്ല അല്ലെ. നമുക്ക് അത്യാവശ്യം ഏതൊരു ആൾക്കാർക്കും പോയി കാണാൻ വേണ്ടി പറ്റുന്ന പൈസയേ ഉള്ളൂ നമ്മളെ കണ്ണൂര് ടിക്കറ്റിന്. അപ്പൊ ഇതാ നമ്മുടെ കണ്ണൂര് കാൽടെക്സ്, നമ്മുടെ സ്വർഗം. സത്യാണ് കേട്ടോ, എവിടെ പോയാലും കണ്ണൂർ എത്തിക്കഴിയുമ്പോ അതെല്ലാവർക്കും ഓരോരുത്തരുടെ നാട് അങ്ങനെ ആയിരിക്കുമല്ലോ. കണ്ണൂർ എത്തിക്കഴിയുമ്പോ ഒരു സന്തോഷം. ഇവിടെ ഇങ്ങനെ കാണുമ്പോല്ലേ, ഈ ടൗണ് ഇങ്ങനെ കാണുമ്പോ ഒരു സന്തോഷം. നമ്മുടെ ഓണത്തിന്റെ ഇതെല്ലാം തുടങ്ങി കേട്ടാ, ഫെയർ കാര്യങ്ങളെല്ലാം തുടങ്ങി. എത്തൂല, എത്താൻ പറ്റുമോന്ന് നോക്കോ. ഓപ്പക്ക് പറ്റും, ഓപ്പക്ക് പറ്റുള്ളൂ. ഈ ലോകത്ത് ഓപ്പക്കല്ലാണ്ട് വേറെ ആർക്ക് പറ്റുമോ? അപ്പൊ എന്തായാലും ഇങ്ങോട്ട് കാണിക്കൊന്ന്. സിനിമക്ക് എത്താൻ പറ്റിയാലും ഇല്ലെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ആദ്യമായിട്ടാന്ന് തോന്നുന്നു. എനിക്ക് ഇതുവരെ അങ്ങനെ എനിക്ക് ബുക്ക് ചെയ്തിട്ട് ഒരു സിനിമക്ക് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. ടൈം ആണെന്ന് തോന്നുന്നു. അപ്പൊ അതില് ഒരുപാട് സന്തോഷം. എന്താ ഇഷ്ടമനുസരിച്ച് അതെ ചെയ്തു കഴിഞ്ഞിട്ടില്ല. പിന്നെ ഓപ്പൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം കൂടി ഞാൻ സർപ്രൈസാ ഇത് കഴിഞ്ഞിട്ട് സിനിമ കഴിഞ്ഞിട്ട് ഞാനില്ലേ, ഞാൻ ഒന്ന് ക്യാമറ തിരിച്ചു പിടിക്കട്ടെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതാന്ന് കേട്ടാ നമ്മുടെ ഇത് 5 ലക്ഷം പൂക്കളിൽ തീർത്ത വിസ്മയ ലോകം നമ്മുടെ കണ്ണൂരുണ്ട്. എല്ലാവരും വന്ന് കാണണം. ഒരു പ്രൊമോഷൻ. അതെ, 5 ലക്ഷം പൂക്കളിലാണെന്നാ പറഞ്ഞത്. 5 ലക്ഷം പൂക്കളിൽ തീർത്ത വിസ്മയ ലോകം. ഞാനില്ലേ പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഞാനൊരാണായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യനെ ഞാൻ ഏതെല്ലാം രീതിയിൽ സന്തോഷിപ്പിക്കുന്നെല്ലാം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. അതെല്ലാ സ്ത്രീകളും ചിന്തിക്കാറുണ്ടാവുമായിരിക്കും അല്ലെ. അവരുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി എല്ലാം വരുമ്പോ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ വലിയ വില പിടിപ്പുള്ള സംഭവങ്ങൾ എന്നൊന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ചെറുതാണെങ്കിലും നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാണ്ട്, ഞാൻ ഇതെല്ലാം പറയുമ്പോ ഇനി നമ്മുടെ വെഡിങ് ആനിവേഴ്സറി എന്ന് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇങ്ങനെ പ്രതീക്ഷിക്കാണ്ട് എന്തെങ്കിലും എല്ലാം കൊണ്ടു തരട്ടേന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് കേട്ടാ. പക്ഷേ രണ്ടും രണ്ട് ടൈപ്പാന്ന് തോന്നുന്നു മൈൻഡ്. കാരണം ലേഡീസ് എപ്പോഴും ഇല്ല ഇങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റ് അവരുടെ സമയങ്ങളിൽ അങ്ങനെ നല്ലതാണ്, കുറ്റമായിട്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു ആണുങ്ങള് പിന്നെ എന്തെല്ലോ തിരക്കുകളിലായിരിക്കും. അവരവരുടെ ഒരു എന്താ പറയാ, ചിലപ്പോ ജോലി സ്ത്രീകൾക്ക് ജോലി ഇല്ലെന്നല്ല, എന്നാലും അങ്ങനെ ടെൻഷൻ എന്താണെന്ന് അറിയില്ല. അത് ഗിഫ്റ്റുകൾ നമ്മളങ്ങനെ
എപ്പോഴും ഒരുപാട് പ്രതീക്ഷിക്കാറ് അങ്ങനെ ഇല്ല. ഇവരങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല, അതുകൊണ്ട് ഇവരങ്ങനെ കൊടുക്കണം എന്ന് വിചാരിക്കുമില്ല. നമ്മള് ഗിഫ്റ്റുകൾ ഇനി പോട്ടെ, ഗിഫ്റ്റുകള് വലിയ അങ്ങനെ ഒരുപാട് വലിയ ഗിഫ്റ്റുകളൊന്നല്ല. ആ ദിവസം ഓർത്ത് വെച്ച് വേറെ ആര് വിഷ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതെല്ലാം ചെയ്യാറില്ലയോ? അതെല്ലാം ചെയ്യാറുണ്ട്, ചെയ്യാറില്ല എന്നൊന്നും പറയുന്നില്ല. രാത്രി 12 മണിക്ക് നീ ഉറങ്ങിയ സമയത്തായപ്പോഴും നിന്നെ വിളിച്ചെന്നിപ്പിച്ചിട്ട് ബർത്ത്ഡേ വിഷസ് പറയല്ലേ? അപ്പൊ ആ സമയത്ത് അന്നേരം നമ്മൾ പ്രതീക്ഷിക്കാത്ത നമ്മൾ ഏറെ ആഗ്രഹിച്ച ഒരു സംഭവങ്ങൾ, ചെറിയൊരു ഗിഫ്റ്റുകൾ തരിക, അതെല്ലാം നല്ല കാര്യമാണ്. നല്ല ഒരിക്കും പറ്റണം എന്നില്ല, അത് പറ്റുന്നവര് വലിയ വലിയ ഗിഫ്റ്റുകളല്ല, എല്ലാവർക്കും പറ്റുമല്ലോ. ചിലപ്പോ എല്ലാവർക്കും ഒരു റോസാപ്പൂ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു കിറ്റ് കാറ്റ് കൊടുത്താൽ സന്തോഷിക്കുന്നവരുണ്ട്. അത് മതി, അത് നമുക്കൊരു സർപ്രൈസ് കിട്ടുമ്പോ നമുക്കൊരു സന്തോഷമാണ്. അപ്പൊ നമ്മളെന്തായാലും അവിടെ എത്തട്ടെ പെട്ടെന്ന് തന്നെ കേട്ടോ. 11:26 കേട്ടാ. അതെ, അപ്പൊ നമ്മള് 11:26 ആകുമ്പോഴേക്ക് ഇവിടെ എത്തി. നമ്മുടെ കണ്ണൂർ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയാം, ഗൂഗിൾ പേ ഇവിടെ നമുക്കൊരു പോപ്കോണോ അല്ലെങ്കിൽ ഒരു വെള്ളം വാങ്ങിക്കണമെങ്കിൽ ഇവിടെ ഗൂഗിൾ പേ ഇല്ലാന്ന്, പൈസ തന്നെ നമ്മൾ കൊടുക്കണം. എന്റെ അടുത്താണെങ്കിൽ പൈസ ഇല്ല. അപ്പൊ എന്റെ അടുത്ത് എന്താ പൈസ? പിന്നെ ഒന്നും മിണ്ടൂല. അപ്പൊ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി ഓട്ടിക്കോ, ഞാൻ മെല്ലെ വന്നോളാം. ഫസ്റ്റ് സാധനം ഞാൻ വെച്ചുതരാം. ഓക്കെ ഓക്കെ, അപ്പൊ അവിടെ എത്തിക്കാണ്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ ഫോണിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് സ്കാൻ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എത്തട്ടെ, ഓടിക്കൊണ്ട് വരുന്നുണ്ട്. സാഗരല്ല, സവിത സമുദ്ര സാഗര. ഓടിക്കൊണ്ട് സിനിമ അതെ കറക്റ്റ്. ഞാൻ പറഞ്ഞില്ല ഞാൻ എത്തിക്കുന്നത്. അതെ, ഒന്നും വാങ്ങി തന്നില്ല എന്ന് പറയരുത്. സിനിമക്ക് കാണിച്ച് ലേസ് വാങ്ങി തന്ന് പൈസ ഉണ്ട് അല്ലേ? പടം എങ്ങനെ അടിപൊളി, സൂപ്പർ. ഗൈസ്, അപ്പൊ എന്തായാലും നികിയുടെ വ്ളോഗാണിത്. എന്റെ ബർത്ത്ഡേ വ്ളോഗും. ഞാൻ കയ്യേറി സിനിമ കഴിഞ്ഞിറങ്ങി കേട്ടാ. നല്ല പടം, നല്ല രസമുണ്ട്. ലൊക്കേഷന്റെ ആക്ടിങ് എല്ലാം അടിപൊളി, എല്ലാം പൊളിയായിട്ടുണ്ട്. അപ്പൊ അപ്പൊ നല്ലൊരു സിനിമ ഇന്ന് നികിയുടെ വക നല്ലൊരു സിനിമ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അടുത്ത ഗിഫ്റ്റ് പോരട്ടെ. ഇനി ഞാൻ എന്റെ മനസ്സിങ്ങനെ തുടിക്കാണ് കേസ്, അടുത്ത എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട്. സ്വർണം വാങ്ങാനാ? അത് നമ്മുടെ കല്യാണം പറഞ്ഞിരുന്നില്ല, ഇനി നമുക്ക് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ അത് നമ്മുടെ ചെക്കന് ഒരു ഗിഫ്റ്റ് കൊടുക്കാം, അത് വാങ്ങാൻ പോകും. സ്വർണ്ണം ആണെങ്കിൽ എനിക്ക് പ്രതീക്ഷ ഒന്നും ഉണ്ടാവൂലേ? ഓ പിന്നെ എടി കൊല്ലും ഞാൻ. കേറി. എന്തായാലും സമയം ഇത്രയും ആയില്ലേ, സിനിമയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്ക് 2:04 കേട്ടാ. അപ്പൊ ഞാൻ വിചാരിച്ച ഒപ്പത്തിന് ചോറോട് വാങ്ങിച്ചു വെറുതെ ഇങ്ങനെ നടത്തിച്ചാൽ മാത്രം പാടില്ല. ബർത്ത്ഡേ ആവുമ്പോ നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ. അപ്പൊ ഞാനിന്ന് വിചാരിച്ചു ചോറ് കഴിച്ചോന്ന് പറഞ്ഞു. എന്താ വേണ്ടേന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു എന്നാ നമുക്ക് ചോറ് കഴിക്കാന്ന് പറഞ്ഞു. നമ്മൾ ഇതുവരെ ഓൺലൈൻ ഹോട്ടലിൽ നിന്ന്, കണ്ണൂരുള്ളവർക്ക് അറിയാം, ഓൺലൈൻ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നു ഓൺലൈൻ ഹോട്ടലിൽ നിന്ന് ചോറ് കഴിക്കാം. അപ്പം നമ്മൾ എന്തായാലും ചോറ് കഴിക്കട്ടെ. വണ്ടി പാർക്ക് ചെയ്യണം. വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തുണ്ട് സ്ഥലം പോലും ഇല്ല. കഴിച്ചോ, ഒന്നും നോക്കണ്ട, ഫുള്ള് എൻ്റെ ചെലവാ.
ബില്ലൊക്കെ അങ്ങോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മഹാറാണി ഓപ്പക്കുള്ള ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി മഹാറാണിയിൽ വന്ന്. എന്നാലും ഇത്രയും വലിയ ഗിഫ്റ്റുകൾ എന്തിനാണ് സ്വർണ്ണ ഷോ വാ കയറ്. ഞങ്ങളങ്ങനെ മഹാറാണിയിലെത്തി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ശരത്ത് പറഞ്ഞ് നമ്മളെ രണ്ടാളെയും ഡ്രസ്സ് നല്ല രസമുണ്ട്. ശരത്ത് കൊടുത്ത സ്റ്റാഫാണ് നമ്മളെ സ്വന്തം. അല്ല എന്നാലും എൻ്റെ ബർത്ത്ഡേ ആയിട്ട് നിധി ഒരു സ്വർണ്ണമാണ് വാങ്ങിത്തരാൻ വേണ്ടി പോകുന്നതെന്ന് ഇപ്പോഴാണ് അറിഞ്ഞു. ഞാൻ സത്യം പറയട്ടെ, എൻ്റെ മക്കളെ സത്യം, ഞാനത് വീഡിയോയിൽ വേണ്ടിയതായിട്ട് പറയുന്നത്. എനിക്കൊന്നും ഈ ഇതിനെപ്പറ്റി എന്താണ് വാങ്ങിത്തരാൻ പോകുന്നത്, എന്താണ് ഉള്ള പ്ലാൻ ഒന്നും എനിക്കറിയാം. ഇന്ന് ഞാൻ ഇവളോടൊപ്പം ഇറങ്ങി തിരിച്ചതാണ്. വണ്ടി ഓടിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, ഫുള്ള് ഇവളാണ്. എനിക്ക് ആ ഇമേജുമായിട്ട് ബന്ധമുള്ളൂ. അതിനുശേഷം വേറെ ഒരു ബന്ധം എനിക്കില്ല. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. എന്ത് പറഞ്ഞു? രണ്ടു പേരുടെ അറിഞ്ഞാണായിക്കോട്ടെ. പറയടി, പറ. എന്തിനാ വന്നത്? ഒന്നുമില്ല, നമ്മുടെ മറ്റേ സംഭവം അത് വാങ്ങിക്കാൻ അത്രയും ബഡ്ജറ്റ് ഒന്നും എൻ്റെ കയ്യിലില്ല. മോതിരം പറയട്ടെ. സ്വർണ്ണത്തിലേക്ക് പോകാനുള്ള ഇതൊന്നും ഞാനായിട്ടില്ല. തൽക്കാലം നമുക്ക് മോതിരം നോക്കാം. ഇനി പറ, ഇനി എന്താണ് ധാരണ? എന്താടി നീല പറഞ്ഞ സ്വർണ്ണമല്ല? സ്വർണ്ണല്ല ഇവിടെ ഒന്നുമല്ല. ഇവിടെയും പോകാനുണ്ട്, വേറെ പോകാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നീ എന്നാ ഇടങ്ങാറാക്കോ? 3 മണിയാവാനായി. ഇന്നൊരു ദിവസം മൊത്തം കൊണ്ട് കൊടുത്തിട്ടുള്ളേ. പക്ഷെ മക്കൾ വരുമ്പോൾ വീട്ടിലെത്തണം. അപ്പോഴേക്കെത്താം. എന്തായാലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് നമ്മൾ ഗിഫ്റ്റ് ജെൻസിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള റിങ് സെലക്ട് ചെയ്യാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം എന്തായാലും മോതിരം നോക്കിയെടുക്കട്ടെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഗിഫ്റ്റെല്ലാം വാങ്ങിച്ച് നേരെ ഇനി എനിക്കൊന്ന് സിറ്റി സെന്ററിൽ പോണം കേട്ടോ. കണ്ണൂർ സിറ്റി സെന്ററിൽ. സത്യം പറഞ്ഞു. എന്തുവാ പറയണം നിന്റെ പ്ലാൻ എന്താണ്? ഇനി ഒന്നിനും കൂട്ടുന്നില്ലെങ്കിൽ ഇതോടുകൂടി ഓപ്പി ആയിട്ടുള്ള ബന്ധം ഞാൻ ഉപേക്ഷിക്കും. ഇറക്കാതെ ഞാൻ നേരെ അങ്ങ് വീട് പിടിപ്പിക്കും. വീട് പിടിപ്പിച്ചോ? എന്നാ ഞാൻ കണ്ടിട്ടില്ല, ഓപ്പ അറിഞ്ഞിട്ടില്ലല്ലോ. പല യൂട്യൂബേഴ്സിന്റെ ഭാര്യമാര് ഒളിച്ചോടി പോവേന്ന് കേട്ടാ. ഞാൻ ഒളിച്ചോടി പോവൂല. പക്ഷെ ഞാൻ എന്തുവാ കേട്ടാ പല യൂട്യൂബേഴ്സിന്റെ ഭാര്യമാര് ഒളിച്ചോടി പോകുന്ന ന്യൂസ് എല്ലാം ഇപ്പൊ ഫേസ്ബുക്ക് എല്ലാം തുറന്നാ കാണുന്ന, യൂട്യൂബ് എല്ലാം തുറന്നാല്. എന്നെ ഒന്ന് എവിടെയെങ്കിലും ഇറക്കി തന്നെ ഞാൻ എവിടെയെങ്കിലും ഒളിച്ചോടി ഒറ്റക്ക് പോയിക്കോളാന്ന്. നമ്മളെ മക്കളെയും കൊണ്ടുപോണേ. കൊണ്ടുപോവാ ഒളിച്ചോടി നമുക്ക് എവിടെയെങ്കിലും പോകാം. അപ്പൊ ഇനിയാണ് എന്റെ യഥാർത്ഥ ബർത്ത്ഡേ സർപ്രൈസ് ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. വീട്ടിൽ ചെല്ലും. ഇതാ സിറ്റി സെന്ററിൽ ഇതാ സീരിയസ്. ഞാൻ സീരിയസ് ആണ്. ഓപ്പ സീരിയസ് ആണ്. പിന്നെ അതോടുകൂടി പിന്നെ ഇനി ഓപ്പന്റെ ബ്ലോക്ക് 4 നിഗിനെ കാണൂല. അപ്പൊ നിനക്ക് എന്തോ ദുരുദ്ദേശമുണ്ട്. ഇതും പറഞ്ഞ നിനക്ക് നൈസിൽ പിണങ്ങിപ്പോള്ള പരിപാടിയല്ലേ? അല്ലേ ഞാൻ നേരെ പിടിക്കണം. നേരെ പിടിച്ചാ അനാവശ്യത്തിൽ കൂടുതൽ ഗിഫ്റ്റ് ആയി. എനിക്ക് നല്ലൊരു സിനിമ കിട്ടി. പിന്നെന്താ കിട്ടിയത്? നല്ല ചോറ് കിട്ടി. അത് മാത്രല്ല, ഈ ഒരു കാര്യം കൂടി കഴിഞ്ഞാൽ എന്റെ കഴിഞ്ഞു. വേറെ എന്റെ അടുത്ത് ഒരുപാട് പൈസയൊന്നും ഇല്ല. ഞാനൊരു പൈസ കുറെ കാലമായിട്ട് കരുതി വെച്ചതാണ്. അത് ഓപ്പന്റെ ബർത്ത്ഡേക്ക് എനിക്ക് വാങ്ങിക്കാന്ന് വിചാരിച്ച് ഞാൻ വാങ്ങി. ഒന്നും പറയണ്ട. ഇതിന് കൂടുതൽ ക്യാമറ ഞാനൊന്ന് ഓഫ് ആക്കട്ടെ. നമ്മളൊന്ന് തല്ലുപിടിക്കട്ടെ. ക്യാമറ ഓഫ് ആക്കിയിട്ട് ഓപ്പ ഇതാ സിറ്റി സെന്ററിൽ നിർത്തിയിട്ടില്ലെങ്കിൽ ഓപ്പ സീരിയസ് ആയിട്ടേ ഓപ്പേ. പിന്നെ സാറില്ല കേട്ടാനെല്ലാം വിടും. അങ്ങനെ അവസാനം തല്ലു പിടിപ്പിച്ച് എന്നെ തല്ലുപിടിപ്പിക്കല ചെറിയ രീതിയിൽ പേടിയുണ്ടല്ലോ.
എന്തെങ്കിലും പറഞ്ഞു എന്താണ് സംഭവം ഇതിനോട് വന്നതെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ കണ്ണൂരിലെ സിറ്റി സെന്റർ ആണ്. അതെ. അപ്പൊ എന്താ നിന്റെ ഉദ്ദേശം? രണ്ടാം ഇത് വർക്ക് ചെയ്യുന്നില്ല. ആദ്യം നോക്കൂടെ കയറാൻ വേണ്ടി പോകും. എന്താ നീ എന്ത് അങ്ങനെ പോകുന്നു അത് പറ. ഗൈസ്, ഓ ഇത് ഫാസ്റ്റ് ട്രാക്കിന്റെ ഷോറൂം ഗൈസ്. ഇത് മറ്റേ പരസ്യ ഫാസ്റ്റ് ട്രാക്കിന്റെ പ്രാവശ്യം നിനക്ക് ഞാൻ വാച്ച് വാങ്ങി തന്നതല്ലേ. ഇവിടെ തന്നെ വന്നിട്ട് ഫാസ്റ്റ് ട്രാക്കിന്റെ വാച്ച് വാങ്ങാനാ. നിനക്ക് എന്താ സമാധാനം അവിടെ കത്തിയാൻ പറ്റുന്ന പറയണേക്കെ പറഞ്ഞു. ഞാൻ പറയാം പിന്നെണ്ടല്ലോ ആ പെണ്ണ് നമുക്ക് പരിചയമുള്ള കേരള നീയോ അത് എനിക്ക് ആവാസ് വേണ്ട. എന്റെ ഫാസ്റ്റ് ട്രാക്കിന്റെ പരസ്യം ഗൈസ്. ഇതാ കഴിഞ്ഞ ഞാൻ അന്ന് വാങ്ങിയതാ ഫാസ്റ്റ് ട്രാക്കിന്റെ ഒരു വാച്ച്. ഇവിടെ നിന്ന് തന്നെ വാങ്ങി. പിന്നെ ഇവളുടെ വാച്ച് കാണിച്ചേ. ആ ഇവൾക്ക് ഞാൻ ഫാസ്റ്റ് ട്രാക്കിന്റെ വാച്ച് ഒക്കെ ഇവിടുന്ന് വാങ്ങിക്കൊടുത്തു. ആ കുട്ടിക്ക് നമ്മൾ നല്ലോണം അറിയുന്നേ. എന്താ നിന്റെ പരിപാടി? നീ എടി ഇവളെ ഞാൻ എന്താ വേണ്ട ഗൈസ്. കഴിച്ച നീ വാ ഇങ്ങോട്ട്. ഞാൻ സമാധാനോട്ടൊക്കെ ഞാൻ പറയട്ടെ. ഇങ്ങ് വാ. ഞാൻ പറയട്ടെ ഇങ്ങ് വാ. ആ വാച്ച് നമുക്കില്ലേ വേറെ എന്തെങ്കിലും നോക്കാം നമുക്ക്. വാ ഇങ്ങ് വാ നോക്കട്ടെ. എന്തുവാടി നീ? ഇവിടെ ഇഷ്ടം പോലെ വാച്ചുകളുണ്ട്. ഇഷ്ടമുള്ളൊരു വാച്ച് നോക്കിയെടുത്തോ. വലിയ പൈസേൻ്റെ ഒന്നും എടുക്കാൻ പാടില്ല. ഒരു മിതമായ രീതിയിൽ. അപ്പൊ എന്തായാലും കുറെ വാച്ചുകളുണ്ട് സെലക്ട് ചെയ്തിട്ട്. ഞാൻ സെലക്ട് ചെയ്തായിരുന്നോ? ആ കളർ വേണ്ട, അത് വേണ്ട. അതന്നെ ഓൾറെഡി ഉള്ളത്. ആ രസമെല്ലാം ഉണ്ട്. ബ്ലാക്ക് രസം അടിപൊളിയല്ലേ? അതെ അതെ. നോക്കിയെല്ലാം വാങ്ങിച്ചോ. ഫുള്ള് എൻ്റെ ചെലവ്. ഇതുവരെ വെച്ചിട്ടുള്ള ഗ്ലാസ് ഇല്ല വെക്കാറുണ്ട്. ഇതാണ് നമ്മളെടുത്തത്. അതെ. താങ്ക് യു നിധി. ഓക്കെ താങ്ക് യു. വെൽക്കം. ഞാനിതാ ഗിഫ്റ്റ് എല്ലാം വാങ്ങിച്ചു. ഇനി പോവാ. അപ്പോൾ ഓക്കെ താങ്ക് യു. പോവാ. ഇല്ല ഇനി ഒന്നുമില്ല, നേരെ വീട്ടിലേക്ക്. ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ. അങ്ങനെ ഓപ്പൻ്റെ ബർത്ത്ഡേൻ്റെ ഓപ്പേ ഒരു കേക്കും കൂടി വാങ്ങി മക്കൾക്ക് മുറിക്കാം. മക്കളായിട്ട് എല്ലാവരുമായിട്ട് മുറിച്ചിട്ട് ബർത്ത്ഡേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതെ. ഇതൊന്നും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഓർത്തിരിക്കുന്ന ഒരു ബർത്ത്ഡേ ആയിരിക്കും. താങ്ക് യു മൈ ഡിയർ വൈഫ്. ഓ ആയിക്കോട്ടെ. അപ്പോൾ ഒരു കേക്ക് വാങ്ങിക്കട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. മക്കൾക്ക് അതെ. ഓക്കെ ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ ഞങ്ങള് ഷുഗർ കട്ടാണ്, ഇവര് മുറിച്ചെടുത്തോട്ട്. അതെ. അങ്ങനെ ഞങ്ങൾ കേക്കെല്ലാം വാങ്ങി ഇതാ വീട്ടിലെത്തി. ഇനിയിപ്പോ ചെറിയൊരു കേക്ക് കട്ടിങ്ങോട് കൂടി ഇന്നത്തെ ബർത്ത്ഡേ ഇവിടെ ഒരു 100 വർഷം ആയുസോടുകൂടി ആരോഗ്യത്തോടുകൂടി ഇരിക്കട്ടെ. ഒരു 100 വയസ്സ് വരെ.
എന്തായാലും നല്ലത് മാത്രമേ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ, നല്ലത് കേട്ടെ. അപ്പൊ എന്തായാലും ഈ കേക്ക് കുട്ടികളായിട്ട് കേട്ടെ. ഞാൻ എനിക്ക് എന്തായാലും എല്ലാരും നിങ്ങൾ എല്ലാരും കൂടി ഒന്ന് കട്ട് ചെയ്യും, ഞാൻ വീഡിയോ എടുക്കാം. ഇതാ അമ്മ അങ്ങോട്ടേക്ക്. അയ്യോ കേക്കിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല, അമ്മ അടുത്തോട്ടേക്ക്. അതെ, അപ്പൊ കേക്ക് കട്ട് ചെയ്യാൻ പോയിട്ട് പോകുന്നു. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ അച്ഛേ, ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ഓക്കേ. ചച്ചക്കോയില് അത് തിന്നോ, കുഴപ്പമില്ല. ബർത്ത്ഡേ ദിവസം മധുരം കഴിക്കണം എന്നാണ്. അതെ, ഒരിത്തിരി ഒരിത്തിരി ഒരിത്തിരി. ഓക്കെ ഓക്കെ, ഒരു കഷ്ണം. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇന്നത്തെ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ ആയിരുന്നു. അതെ, അപ്പൊ ഇനി ഇതൊക്കെ ഒരു ഭാഗ്യമാണ്, നമ്മളെല്ലാരും ഇങ്ങനെ കുടുംബമായിട്ട് ഒത്തുചേർന്ന് ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാനൊക്കെ പറ്റുന്നത്. പിന്നെ നിഗി ഇങ്ങനെ കുറെ ഗിഫ്റ്റുകളൊക്കെ എനിക്ക് തന്നു, അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ബർത്ത്ഡേ ആണ്. ഇത്ര നല്ലൊരു ബർത്ത്ഡേ സമാപിച്ച എല്ലാവർക്കും നിഗിക്കും ഒരുപാട് നന്ദി. അപ്പൊ എന്തായാലും അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവരോടും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. കൂടെ നിന്ന് ഇതുവരെ നമ്മളോടൊപ്പം എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന, സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഓരോ കമന്റുകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. അപ്പൊ ആ സ്നേഹിക്കുന്ന എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹം, ഇനി സ്നേഹിക്കാത്തവരോടും ഞങ്ങളുടെ സ്നേഹം. ഒരുപാട് പേര് വിളിച്ചു, എന്താ പറയാ, രാവിലെ തൊട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ടായിരുന്നു. ഒരാളുടെ മാത്രം പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് പേര് വിളിച്ചു. അപ്പൊ എന്താ പറയാ, എല്ലാവരോടും സ്നേഹം. അപ്പൊ ഒരിക്കൽ കൂടി ടാറ്റ പറഞ്ഞേ. അച്ഛൻ നല്ല അടിപൊളി ഷർട്ടൊക്കെ ഇട്ടുണ്ട്, കളർഫുൾ. വൈൻഡപ്പ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. ഓക്കേ.